മാന്നാറിലെ യുവതിയുടെ കൊലപാതകത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കളുടെ പരിശോധനാ റിപ്പോർട്ട് വന്നതിന് ശേഷമാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യും. സുജു ടി ബാബു വിവരങ്ങളുമായി ചേരുന്നു. മാന്നാർ കൊലപാതക കേസിൽ പോലീസിന് മുമ്പിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, ഈ കേസിലെ 1ാം പ്രതിയും കൊല്ലപ്പെട്ട കലയുടെ ഭർത്താവുമായ അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യുക. അദ്ദേഹം ഇപ്പോൾ വിദേശത്ത് ഇസ്രയേൽ ആണ് അദ്ദേഹം ഉള്ളത്. ആ പ്രതിയെ ഇസ്രയേലിൽ നിന്ന് നാട്ടിലെത്തിക്കണം, അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മൃതദേഹാവശിഷ്ടം എത്രയും പെട്ടെന്ന് പൂർണ്ണമായി കണ്ടെത്തുക എന്ന 15 വർഷം പഴക്കം ഉള്ള കേസായതിനാൽ തന്നെ, അല്ലെങ്കിൽ 1.5 പതിറ്റാണ്ട് മുമ്പാണ് കൊലപാതകം നടന്നത്. അതിനാൽ തന്നെ എത്രത്തോളം സാധ്യമാണ് മൃതദേഹാവശിഷ്ടം പൂർണ്ണമായി കണ്ടെത്തുക എന്ന വെല്ലുവിളിയും പോലീസിന് മുമ്പിലുണ്ട്. എന്നാൽ സാധ്യമാകുന്നിടത്തോളം മൃതദേഹ അവശിഷ്ടം കണ്ടെത്തുക എന്നാണ് പോലീസിന്റെ ലക്ഷ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ കഴിഞ്ഞ ദിവസം സെപ്റ്റിക് ടാങ്കിൽ നടത്തിയ പരിശോധനയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടതായിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് ലാബിലേക്ക് പോലീസ് ഇതിനോടൊപ്പം തന്നെ അയച്ചിരിക്കണം. ഈ ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ സെപ്റ്റിക് ടാങ്കിന്റെ ഉള്ളിൽ നിന്ന് കലയുടെ മൃതദേഹാവശിഷ്ടത്തിന്റെ ഏതെങ്കിലും ഭാഗം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായ സംഭവമായി മാറും. ഇപ്പോൾ പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കലയുടെ ഭർത്താവായിരിക്കുന്ന അനിൽകുമാർ നാട്ടിലെത്തിക്കേണ്ടതുള്ള. കാരണം പോലീസ് സംശയിക്കുന്നുണ്ട് ദൃശ്യ മോഡൽ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന്. അതായത് അനിൽകുമാർ കേസിലെ മറ്റ് അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് മൃതദേഹം രണ്ടാമത് ഒറ്റയ്ക്ക് മറവ് ചെയ്തു. അതായത് പ്രതികൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് മറവുകയും പിന്നീട് ഈ പ്രതികൾ അറിയാതെ ഒറ്റയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മൃതദേഹം മറവ് ചെയ്തെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ അനിൽകുമാറിനെ നാട്ടിലെത്തി ചോദ്യം ചെയ്ത് തുടർന്ന് നടത്തുന്ന തെളിവെടുപ്പിൽ മാത്രമേ ഈ കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുന്ന നടപടികൾ തുടരുകയാണ്. ഇപ്പോൾ പ്രതികളുള്ളത് മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ്. ഇന്ന് ആലപ്പുഴ SP നേരിട്ടെത്തി ഈ പ്രതികളെ ചോദ്യം ചെയ്യുകയും നടപടികൾ ആരംഭിച്ചിരുന്നു. ഈ പ്രതികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഈ ദൃശ്യ മോഡൽ അല്ല, അനിയതല്ല അനിൽകുമാർ മൃതദേഹം എവിടെയാണ് മറവ് ചെയ്തത്, ഇവർ കൂട്ടായിട്ടാണെങ്കിൽ ആ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം കേസിലെ വളരെ നിർണായകമായ കാര്യമാണ് കലയുടെ മൃതദേഹാവശിഷ്ടം പൂർണ്ണമായി കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക. അതിനുള്ള ശ്രമവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് എന്തായാലും തെളിവെടുപ്പ് നടത്തിയില്ല പോലീസ്. നാളെ ഒരുപക്ഷേ കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലെത്തിയ തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് സാധ്യത. എന്നാലും പോലീസിൻ്റെ അന്വേഷണം പ്രധാനമായി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഈ പ്രതികൾക്ക് പൂട്ടിടുക. അതായത് കേസിൽ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, കൃത്യമായി ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകാനാണ് ആലപ്പുഴ പോലീസ് ഒന്നടങ്കം തന്നെ ശ്രമിക്കുന്നത്.